അബുദാബിയുടെ കൾച്ചർ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ പുരാവസ്തു ഗവേഷകരാണ് കുമ്മായ ചാന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കുരിശ് കണ്ടെത്തിയത്. ഏകദേശം 1400 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ കരകൗശല നിർമ്മിതി UAE അബുദാബിയോട് ചേർന്നുള്ള സിർബാനി യാസ് ദ്വീപിൽ നിന്നാണ് കണ്ടെത്തിയത്. 1992 മുതൽ അബുദാബി ഐലൻഡ് ആർക്കിയോളജിക്കൽ സർവേ വിഭാഗത്തിന്റെ ഗവേഷണത്തിൽ മുൻപ് ഇതേ സ്ഥലത്ത് നിന്ന് ഒരു ദേവാലയത്തിന്റെയും ആശ്രമത്തിന്റെയും ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ പുരാവസ്തുക്കൾ ഒരിക്കൽ നിലനിന്നിരുന്ന ഇറാഖിലെ ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ഭാഗമെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. AD 7-8 നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന കുരിശിന് 27 സെന്റിമീറ്റർ നീളവും 17 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ആദിമ ക്രൈസ്തവരുടെ തലമുറയ്ക്ക് ശേഷം നിലനിന്നിരുന്ന പാരമ്പര്യമാണ് ക്രൂശിത രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗോൽഗോത്തായെ പ്രതിനിധാനം ചെയ്യുന്ന പടികളും കുരിശിന്റെ 4 അഗ്രത്തിലും വൃത്താകൃതിയിലുമുള്ള ചിത്രപ്പണികളും ചാന്തിൽ വരച്ചുവച്ചിരിക്കുന്ന ഇലകളും ചട്ടകൂട്ടി ചെയ്തിരിക്കുന്ന ഈ നിർമ്മിതി ഇറാഖിലും കുവൈറ്റിലും കണ്ടെത്തിയിരുന്ന മാതൃകകളോട് സാമ്യമുള്ളതാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഗൾഫ് മേഖലയിൽ ഒരിക്കൽ പ്രബലമായ പൗരസ്ത്യ ക്രൈസ്തവ സഭയുടെ സാന്നിധ്യമാണ്. 1990-ൽ ക്രൈസ്തവ സന്യസ്തർ ജീവിച്ചിരുന്ന ആശ്രമത്തിന്റെ കണ്ടെത്തലിന് ശേഷം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മധ്യപൂർവേഷ്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന് തെളിവ് നൽകുന്ന ഈ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത്. അൽ ഖ്വൈനിലെ അൽ സിന്നിയ ദ്വീപിൽ കണ്ടെത്തിയ 1400 വർഷം പഴക്കമുള്ള ക്രൈസ്തവ മൊണാസ്ട്രിയും ഇസ്ലാം മതത്തിന്റെ അധിനിവേശത്തിന് മുൻപേ അറേബ്യൻ പെനിൻസുലയിൽ ക്രൈസ്തവർ താമസിച്ചു വന്നിരുന്നു എന്ന ചരിത്ര സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.